അങ്ങനെ നമ്മുടെ ഭൂമി അച്യുതൻ അവളെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചതും അവൾ വേറൊരു വണ്ടിയിൽ കൊണ്ടുപോയി ഇടിക്കാൻ പോയതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വിഷമിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അങ്ങനെ ആലോചിച്ചിട്ട് ഉള്ളിൽ പോണ സമയത്ത് അവളുടെ ചിലങ്ക കാണുന്നുണ്ട്. അവളിങ്ങനെ അച്യുതൻ പറയുന്നത് ആലോചിക്കുന്നുണ്ട്. എന്തായാലും അരങ്ങേറ്റം മൂകാംബികയെ വെച്ചിട്ട് തന്നെ നടത്തണം എന്നൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് അപ്പുറത്ത് നമ്മുടെ അജയ് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എനിക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്, അംബികയല്ല അച്യുതനെ കൊന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആരൊക്കെയോ ഇത് വേണിച്ചിട്ട് മനഃപൂർവ്വം കൊന്നതാണ്. എന്തായാലും അത് ഞങ്ങൾ കണ്ടെത്തും എന്നൊക്കെ പറയേണ്ടത്. നമ്മുടെ ഭവാനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട്. അവൾ എന്താ പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഭവാനി കുടുങ്ങും, ഒരു വിധത്തിൽ കുടുങ്ങും. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ ഭൂമി വിഷമിച്ച് അവളുടെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ഇങ്ങനെ നോക്കി നിൽക്കാനാണ്. ആ സമയത്ത് നമ്മുടെ അച്യുതൻ വന്നിട്ട് പറയുന്നുണ്ട് മോളെ എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഭൂമി തിരിഞ്ഞു നോക്കിയിട്ട് പറയേണ്ട, അച്ഛാ ഞാൻ എന്തായാലും അമ്മയെ പുറത്ത് കൊണ്ടുവരും, എനിക്ക് ഉറപ്പുണ്ട് അമ്മ ഒരിക്കലും അച്ഛനെ കൊന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ വെച്ചാൽ ഞാനൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അച്യുതൻ പറയും അത് നിന്നെ കൊണ്ട് സാധിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് പോകുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.